യുക്രൈൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഒബാമ റഷ്യയ്ക്ക് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത്. എല്ലാവിധത്തിലുള്ള പിന്തുണയും യുക്രൈൻ അമേരിക്ക വാഗ്ദാനം ചെയ്തു. ക്രീമിയയിൽ നടക്കുന്ന ഹിതപരിശോധന അംഗീകരിക്കില്ലെന്നും അമേരിക്ക അറിയിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ക്രീമിയയിൽ നടക്കുന്നതെന്നും ഒബാമ കുറ്റപ്പെടുത്തി. Then not only us, but the international community, the European Union and others will be forced to apply a cost to Russia's violations of international law. യുക്രൈന്റെ അയൽരാജ്യമായ പോളണ്ടിനും റൊമാനിയയ്ക്കും മുകളിൽ നാറ്റോ നിരീക്ഷണ വിമാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തു. റഷ്യയുടെ ഭാഗമാകുന്നത് സംബന്ധിച്ച ക്രീമിയയുടെ ഹിതപരിശോധന ഞായറാഴ്ചയാണ്. ഇതു സംബന്ധിച്ച പ്രമേയം കഴിഞ്ഞ ദിവസം ക്രീമിയൻ പാർലമെന്റ് പാസാക്കിയിരുന്നു. മേഖലയിൽ പ്രവർത്തിക്കുന്ന യുക്രൈൻ സർക്കാർ അധീനതയിലുള്ള കമ്പനികളെ ഏറ്റെടുക്കുമെന്ന് ക്രീമിയൻ അധികൃതർ അറിയിച്ചു. യുക്രൈനിലെ പ്രകൃതിവാതക ഉൽപാദന കമ്പനികളും റെയിൽവേ കമ്പനിയും ക്രീമിയ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം യുക്രൈൻ സർക്കാർ സൈനിക പരിശീലനം ഊർജിതമാക്കി. ഇന്നലെ നടന്ന പരിശീലന പരിപാടിയിൽ നൂറുകണക്കിന് ട്രൂപ്പുകൾ പങ്കാളികളായി. നാഷണൽ ഗാർഡ് എന്ന ബൃഹത്തായ സൈനിക സംവിധാനത്തിനും യുക്രൈൻ രൂപം നൽകുന്നുണ്ട്. രാജ്യത്തെ 20,000-ഓളം പേരെ ഇതിൽ ഉടൻ അംഗങ്ങളാക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.